ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ആശ്രയവും അഭയവുമായ കർത്താവ് തമ്പുരാനെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദുഷ്ടത നിറയും മനസ്സുകൾ തൻ ഇച്ഛകൾക്കൊത്തു ചരിക്കാത്തവൻ, പാപികൾ തൻ കൂടാരങ്ങളിൽ പാർക്കാത്തവൻ ഭാഗ്യവാൻ. ദുഷ്ടത നിറയും മനസ്സുകൾ തൻ ഇച്ഛകൾക്കൊത്തു ചരിക്കാത്തവൻ, പാപികൾ തൻ കൂടാരങ്ങളിൽ പാർക്കാത്തവൻ ഭാഗ്യവാൻ. അവനാറ്റുതീരത്തെ വൃക്ഷം പോൽ ഇലകൊഴിയാതെ വളർന്നിടും. അവനാറ്റുതീരത്തെ വൃക്ഷം പോൽ ഇലകൊഴിയാതെ വളർന്നിടും. ദുഷ്ടത നിറയും മനസ്സുകൾ തൻ ഇച്ഛകൾക്കൊത്തു ചരിക്കാത്തവൻ, പാപികൾ തൻ കൂടാരങ്ങളിൽ പാർക്കാത്തവൻ ഭാഗ്യവാൻ. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് ജെറമ്യ, ചാപ്റ്റർ 17, വേഴ്സസ് 7 and 8. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്നു തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. അവൻ ആറ്റുതീരത്തെ വൃക്ഷം പോ ഇല പൊഴിയാതെ വളർന്നിടും. ജെറമ്യ പ്രവാചകൻ നാം ആശ്രയം വയ്ക്കുന്നത് എന്തിനെയാണെന്ന് ചോദ്യമുന്നയിക്കുകയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ആറ്റുതീരത്തെ വൃക്ഷം പോലെയാണ്. അത് സ്ഥിരതയെ സൂചിപ്പിക്കുന്നു, നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്നു, ഫലദായകത്വത്തെ സൂചിപ്പിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകില്ല എന്നല്ല. ആറ്റുതീരത്തെ വൃക്ഷം വേനൽക്കാലത്തിലൂടെ കടന്നു പോകില്ല എന്നർത്ഥമില്ല. ഋതുഭേദങ്ങളിൽ ആ വൃക്ഷത്തെയും കാത്തിരിപ്പുണ്ട്. പക്ഷേ അതിൻ്റെ വേര് പുഴയിലേക്ക്, ജലസ്രോതസ്സിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇലകൾ എന്നും തളിരി ചൂടി നിൽക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ്റെ ജീവിതത്തിന് വരുന്ന വ്യത്യാസം അതാണ്. വേനൽ ഉണ്ടാകില്ല എന്നർത്ഥമില്ല. സങ്കടത്തിൻ്റെ മഴ പെയ്തിറങ്ങില്ല എന്നർത്ഥമില്ല. പക്ഷേ അപ്പോഴും അവൻ കർത്താവിൽ നിന്ന് കൃപ സ്വീകരിച്ചു കൊണ്ടേയിരിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവന് ആഴത്തിലേക്ക് വേരുകളുണ്ടെന്ന് അർത്ഥം. ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നതും കർത്താവിലേക്ക്, കൃപയുടെ നീർച്ചാലിലേക്ക് വേര് ഇറങ്ങേണ്ട കാലമാണ്. അധിക പ്രാർത്ഥനയ്ക്ക്, പരിത്യാഗത്തിന് നമ്മൾ സമയം മാറ്റിവെക്കുമ്പോൾ അതിനെ തിരിച്ചറിയേണ്ടത് കൃപയുടെ ഒഴുക്കിലേക്ക് എൻ്റെ ജീവിതത്തിൻ്റെ വേര് ഇറങ്ങേണ്ട നേരമാണിതെന്ന് തിരിച്ചറിയണം. വിശുദ്ധ പാദ്രി പിയോ പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. The soul that trusts in God is never disappointed. The soul that trusts in God is never disappointed. കർത്താവിൽ ആശ്രയിക്കുന്ന ആത്മാവിന് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. അത് പ്രത്യാശയിൽ ആയിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, എൻ്റെ ജീവിതത്തിൻ്റെ വേരുകളെ നിന്നിൽ ഉറപ്പിക്കാൻ എന്നെ പഠിപ്പിക്കണം. വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ, എൻ്റെ ജീവിതത്തിലേക്ക് കൊടുങ്കാറ്റ് വീശിയടിക്കുമ്പോൾ നിന്നിൽ
ഉറച്ചു നിൽക്കുവാൻ എന്നെ പഠിപ്പിക്കണേ. കർത്താവേ, നിന്നിൽ നിന്ന് കൃപ സ്വീകരിച്ച് ഫലങ്ങളേറെ ഞാൻ പുറപ്പെടുവിക്കട്ടെ. ഈ ദിവസത്തിൻ്റെ എല്ലാ പരിശ്രമങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.